എല്ലാവർക്കും നമസ്കാരം. വളരെ സീസണലായിട്ട് കിട്ടുന്ന ഒന്നാണ് നല്ല നാട്ടുമാങ്ങ. നാട്ടുമാങ്ങ അല്ലെങ്കിൽ ചന്ദ്രക്കാരൻ മാങ്ങയൊക്കെ കിട്ടുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഒരു കൂട്ടാനാണ് മാമ്പഴ പുളിശ്ശേരി. ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. നന്നായി പഴുത്ത് നല്ല മധുരവും നല്ല മണവും ഉള്ള മാങ്ങ ഉള്ള സമയത്ത് ഈ ഒരു മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കി നോക്കണം. പഴുത്ത മാങ്ങ നന്നായി കഴുകിയതിന് ശേഷം അതിൻ്റെ തോല് മാറ്റിയെടുക്കണം. മാങ്ങ വേവിച്ചെടുക്കുന്നതിൻ്റെ കൂടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കാം. ഇത് എരിവ് കുറഞ്ഞ പച്ചമുളക് ആയതുകൊണ്ട് ഏകദേശം ഒരു 5-6 പച്ചമുളക് നെടുവേ കീറിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഇത് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് കൊടുത്താൽ മതി. ആദ്യം ഒന്ന് തിളച്ചതിന് ശേഷം 10 മിനിറ്റ് കൂടി ചെറിയ തീയിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു മാങ്ങ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇത് വേവിക്കുന്നതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചതോ അല്ലെങ്കിൽ ഒരു ചെറിയ പീസ് ശർക്കരയോ കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് മാമ്പഴ പുളിശ്ശേരിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 2 കൈപ്പിടി തേങ്ങ അല്ലെങ്കിൽ ഒരു ചെറിയ മുറി തേങ്ങയുടെ പകുതി എടുക്കാം. 1 കപ്പ് തൈര്, അത്യാവശ്യം പുളിയുള്ള എടുക്കുന്നത് നല്ലതായിരിക്കും. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. ഒരു 4-5 കുരുമുളക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി അരച്ചെടുക്കാം. ഈ അരച്ചെടുത്ത അരപ്പ് നന്നായി വെന്ത് വന്നിട്ടുള്ള മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ചൂടാക്കിയെടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി 1 ടീസ്പൂൺ കടുകും 2-3 വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടി താളിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നല്ല ചൂട് ചോറും മാമ്പഴ പുളിശ്ശേരിയും ഒരുപാട് പേരുടെ ഇഷ്ടമുള്ളതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെയും നല്ല നല്ല റെസിപ്പികളായിട്ട് കാണാം. അതുവരേക്കും താങ്ക്